നമസ്കാരം. ആളുകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നതും പ്രയാസമായിട്ടുള്ളതുമാണ് ഒന്ന് ആണി രോഗം. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന കോൺസ് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് വാട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുമ്പാറ. ഇത് രണ്ടും ആളുകൾക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലാണ്. നമ്മുടെ കാലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ലോക്കോമോട്ടർ സിസ്റ്റം തന്നെയാണ്. നമ്മളൊരു വെഹിക്കിളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാറിന് പകരമുള്ള വീലാണ് നമ്മുടെ കാൽ രണ്ട്. ഇതിനെന്തെങ്കിലും ചെറിയൊരു മുള്ള് കൊണ്ടാൽ തന്നെയും നമുക്ക് അസഹനീയമായിട്ടാണ്. അപ്പോൾ ഈ ആണി രോഗം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചുരുക്കി മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യമില്ലാത്ത സെല്ലുകൾ, കോശങ്ങൾ ഒരു സ്ഥലത്ത് കൂടിയിട്ട് കൂർത്ത് അകത്തോട്ട് വളരുന്ന ഒരു കണ്ടീഷനാണത്. അത് പല കാരണങ്ങൾ കൊണ്ടും വരും. ഒന്ന്, മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ടോക്സിസിറ്റി. പിന്നെ ചില ആൾക്ക് പാരമ്പര്യമായിട്ട് വരുന്നത് കാണാം. ഇതുപോലെ തന്നെയാണ് അരുമ്പാറ അല്ലെങ്കിൽ വാട്സ്. വാട്സ് ആളുകൾക്ക് വലിയൊരു പ്രശ്നം കൂടെ ഉണ്ടാക്കുന്നതാണ്. മറ്റേത് കാലിലായതുകൊണ്ട് അവരെങ്ങനെയും കെട്ടിപ്പൊതിഞ്ഞൊക്കെ വെക്കും. മറ്റേതൊരു സൗന്ദര്യ പ്രശ്നം കൂടാണ് വാട്സ് എന്ന് പറയുന്നത്. അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം. തലയിൽ വരാം, മുഖത്ത് വരാം, കയ്യിൽ വരാം, ഇതെല്ലാം. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഉത്ഭവം. അതും ഇതുപോലെയാണ്. ആവശ്യമില്ലാത്ത സെല്ലുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് കുന്നുകൂടിയിട്ട് ചിലതിൽ പിന്നെ രക്തം ഓട്ടം കാണും, ചിലതിൽ ഓട്ടം കാണത്തില്ല. ഓട്ടത്തിൽ നമുക്ക് സെൻസേഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെപ്പോഴും ഒരു പ്ലാസ്റ്റിക് സർജനെ കൊണ്ട് കൺസൾട്ട് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ സാധാരണ കട്ടിയുള്ള അരുമ്പാറയായാലും ഈ വാട്സ് ആണി രോഗമായി കഴിഞ്ഞാലും നമുക്കതിന് ഇൻറ്റേർണലായിട്ടുള്ള മെഡിസിൻ കൊടുത്ത് തന്നെ മാറ്റണം. പിന്നെ അതുപോലെ എക്സ്റ്റേണലായിട്ട് നമുക്ക് പറ്റാം. യാതൊരു കാരണവശാലും സർജിക്കൽ പ്രൊസീജിയർ ഒരു സക്സസ്സേ അല്ല. പക്ഷേ ചില ആളത് അഡ്വൈസ് ചെയ്യുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചില ആൾക്കത് കോംപ്ലിക്കേഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ കാല്, അതായത് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് കാല്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ് പാദങ്ങൾ. അതിൻ്റെ കാരണം നമ്മുടെ ഈ പാദത്തിൽ വരുന്നത് ഒരു മോർ ദാൻ 7,000 നെർവ് എൻഡിങ്സ് ഉണ്ട് ഓൺ ദ ഫീറ്റ്. അതായത് 7,000 പേരെ നെർവ് വന്ന് അവസാനിക്കുന്നതാണ് നമ്മുടെ പാദങ്ങൾ, ഈ രണ്ട് പാദങ്ങൾ. അതുപോലെ തന്നെ കയ്യിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും രീതിയിലൊരു ന്യൂ ഗ്രോത്തിലെ ഒരു വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഞരമ്പുകളെ പ്രസ് ചെയ്യും. ഈ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അസഹനീയമായിട്ടുള്ള വേദന, പിന്നെ അതുപോലെ നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഉറക്കത്തിനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം നമുക്ക് അസഹനീയമായിട്ടുള്ളതാണ്. ഒരുപാട് പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇതേപ്പറ്റി നമുക്കിതിന് പരിപൂർണമായിട്ട് 100% മാറുന്നതിനുള്ള മാർഗ്ഗങ്ങൾ, അതിൻ്റെ ഒരു പ്രതിവിധിയും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമുക്ക് അരുമ്പാറയാണെങ്കിൽ അത് അകത്ത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയായിട്ടത് കൊഴിഞ്ഞ് തന്നെ പോകും. ചില ആളുകൾക്ക് വളരെ പെട്ടെന്നായിരിക്കും, ചില ആൾക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 1 to 3 months എടുക്കും. പിന്നെ അതുപോലെ തന്നെ ഈ കോൺസ്, ഈ ആണി രോഗം എന്ന് പറയുന്ന സംഗതി ശരി തന്നെയാണ്. കാരണം ഇത് ഈ ആണി പോലെ തന്നെയാണ് ഇതിൻ്റെ വളർച്ച. നമ്മുടെ സാധാരണ സ്ക്രൂ ആണി, 2 ആണിയുണ്ടല്ലോ, പ്ലെയിനായിട്ടുള്ളതുകൊണ്ട് സ്ക്രൂ നെയിൽസ് ഉണ്ട്, സ്ക്രൂ ആണിയുണ്ട്. അതുപോലെയാണ് ഇതിൻ്റെ വളർച്ച. അപ്പോൾ ഇതിൻ്റെ അറ്റം അകത്തോട്ട് കയറിയിട്ട് മാംസത്തിനെയും ഞരമ്പിനെയും പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാവും. ഇതിന് പല സിസ്റ്റം പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിക് മെഡിസിനാണ്. അപ്പോൾ ഞാനിത് ഒരെണ്ണം പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒഫീഷ്യലായിട്ട് തന്നെ മോഡേൺ മെഡിസിൻ, ഹോമിയോപ്പതിക് മെഡിസിൻ, നാച്ചുറോപ്പതി, അക്യൂപഞ്ചർ, ചൈനീസ് മെഡിസിൻ, ലേസർ തെറാപ്പി, ഇതിനകത്തെല്ലാം ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൂ, ഒഫീഷ്യലായിട്ട് പഠിച്ചിട്ടുള്ളത് മാത്രമാണ് ഈ കമ്പാരിറ്റീവ് മെഡിസിൻ. കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സിസ്റ്റത്തിലും അവർ പറയുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, മോഡേൺ മെഡിസിൻ കൊണ്ട് മാറാത്ത ഒരുപാട് കാര്യങ്ങൾ ആയുർവേദം കൊണ്ട് മാറും. ആയുർവേദം കൊണ്ട് മാറാത്ത ഒരുപാട് സംഗതികൾ നമുക്ക് ഈ ഹോമിയോപ്പതിക് മെഡിസിൻ കൊണ്ടുപോകും. അത് നിങ്ങൾ ഏറ്റവും നല്ലത് ഒരു ഹോമിയോപ്പതിക് ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ ആണി രോഗത്തിനും അരുമ്പാറയ്ക്കും അവർക്ക് ആശ്വാസം തരത്തക്ക രീതിയിലുള്ള അകത്ത് കഴിക്കാനും വെളിയിൽ കഴിക്കാനുള്ള മരുന്നുകൾ ചെയ്യും. ഒന്ന്, ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് 1-2 മെഡിസിൻ്റെ പേര് പറയാം.
അരുമ്പാറയ്ക്ക് ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്നത് തൂജ ഓഫിഷ്നാലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്നുണ്ട്, ഹോമിയോപ്പതിക്ക്. ഇത് പല രീതിയിലുള്ള പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അത് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും. പിന്നെ ആണി രോഗത്തിന് പല മെഡിസിൻസിന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഈ അരുമ്പാറയ്ക്ക് കൊടുക്കുന്ന അതേ മെഡിസിൻസ് തന്നെ നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ സാധിക്കും. ഏതായാലും നിങ്ങൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ഹോമിയോപ്പതിക് ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെയോ സമീപിച്ചു കഴിഞ്ഞാൽ ഈ സർജിക്കൽ പ്രൊഡ്യൂസർ അല്ലാതെ നമുക്കത് പരിപൂർണമായിട്ട് മാറ്റത്തക്ക രീതിയിലുള്ള ചികിത്സാവിധി ഹോമിയോപ്പതിയിലുണ്ട്, ആയുർവേദത്തിലുണ്ട്. പക്ഷേ മോഡേൺ മെഡിസിൻ നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഉദാഹരണം ഈ അരുമ്പാറയ്ക്ക് ബ്ലഡ് സപ്ലൈ ഉണ്ടെങ്കിൽ നമ്മളത് ശരിക്കും അത് ഏൽക്കണമെന്ന് നിർബന്ധമില്ല. അത് നിങ്ങളൊരു നല്ലൊരു പ്ലാസ്റ്റിക് സർജനെ കാണിച്ചു കഴിഞ്ഞാൽ പുള്ളി അത് നല്ല കൃത്യമായിട്ടത് മാനേജ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങളുടെ സൗന്ദര്യത്തിനും പിന്നെ നിങ്ങളുടെ നടത്തേക്കും ഇത് ഏറ്റവും പ്രധാനമായിട്ടാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പാദമാണ് സൂക്ഷിക്കേണ്ടത്. ഏത് സംഗതിയാണ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് അതിന് നമ്മൾ യാതൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല. ഈ കാലെന്ന് പറയുമ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും ചവിട്ടി നടക്കും, അത് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയില്ല. അതുപോലെ നഖം തന്നെ ആയിക്കഴിഞ്ഞാലും അത് വെട്ടി അതിനകത്ത് ഈ ഫംഗസ് കൂടാതെ ഉള്ള പിന്നെ എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടുള്ളത് കഴിക്കുന്നതും നല്ല. അല്ലെങ്കിൽ ഇത് ഫംഗസും കയറും. പിന്നെ ഉദാഹരണം, ഈ ആണി രോഗം ഡയബറ്റീസ് പേഷ്യൻ്റ് ആണെങ്കിൽ അത് സൂക്ഷിച്ചില്ലെങ്കിൽ അവരുടെ കാല് തന്നെ ആംപ്യൂട്ടേഷൻ മുറിക്കേണ്ട തന്നെ ഒരു സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്കൊരു ഗൈഡൻസിന് വേണ്ടി മാത്രമാണ്. ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ നിങ്ങൾ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 100% ഫ്രീ ആയിട്ട് മാറ്റാൻ സാധിക്കും. ഇതേപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കും, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കും, ആൻജിയോഗ്രാം തന്നെ എങ്ങനെ ഒഴിവാക്കും, ഇതിനുള്ള നൂതനമായിട്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് കൺട്രീസ് ചെയ്യുന്ന അതേ ചികിത്സ തന്നെയാണ് ഞാനിവിടെ തുടർന്ന് വരുന്നത്. അതിന് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് വൈകിട്ടൊരു 7 മണിക്ക് ശേഷം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരുന്നതാണ്.